പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 30-ാം ദിവസം ആണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെ വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗമാണിത്. ഒരുപക്ഷെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പ്രായോഗികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത്. പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അത് വിട്ടുകളയാം, ഉപേക്ഷിക്കാം, വേണ്ടെന്ന് വെക്കാം എന്നല്ല. ഏതു വിധേനയും അത് ചെയ്തേ മതിയാവൂ എന്ന് തന്നെയാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇപ്രകാരം ഒരു ശക്തമായ കാര്യം ചെയ്യുന്നത് വഴിയാണ് ഈശോ എന്ന ആ ദൈവത്തെ നമുക്ക് ലോകത്തിൽ അവതരിപ്പിക്കാൻ ഏറ്റവും നന്നായി പറ്റുക. ഈശോ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കണം, നിന്നോട് വ്യവഹരിച്ച് നിന്നോട് പറ്റിച്ച് നിൻ്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കണം, 1 മൈൽ ദൂരം പോകാൻ പറയുന്നവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 മൈൽ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാകണം. പ്രതീക്ഷിക്കുന്നതിലും വലിയ സ്നേഹവും ക്ഷമയും കരുണയും കാണിച്ച് നമ്മെ എതിരിടാൻ വരുന്നവരെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തണമെന്നാണ് ഈശോ പറയുന്നത്. ഈ നാളുകളിലും അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ക്രൂരതകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവരെയാണ്, ഞെട്ടിക്കുന്നവരെയാണ്. നമ്മൾ കൊലകളെക്കുറിച്ച് കേൾക്കുന്നു, ക്രൂര പീഡനങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, വലിയ അഴിമതികളെക്കുറിച്ച് കേൾക്കുന്നു, കൊള്ളകളെക്കുറിച്ച് കേൾക്കുന്നു, പണം തട്ടിപ്പുകളെക്കുറിച്ച് കേൾക്കുന്നു. ആരും ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലും അത്തരത്തിലുള്ള ആളുകളും ക്രൂരകൃത്യങ്ങൾ ചെയ്തും തിന്മയുടെ അവതാരങ്ങളായി മാറിയും നമ്മളെ ഞെട്ടിക്കുകയാണ്. ജ്യൂസിൽ വിഷം കലക്കി പലരെ കൊല്ലാമെന്ന്, പ്രണയം നടിച്ച് പലരെയും അപായപ്പെടുത്താമെന്നൊക്കെ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ലോകം മുഴുവനെയും ചിലർ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമായൊരു കാര്യത്തെക്കുറിച്ചാണ്. വലിയ സ്നേഹം കൊണ്ട്, വലിയ കരുണ കൊണ്ട്, വലിയ ക്ഷമ കൊണ്ട് മറ്റുള്ളവരെ ഞെട്ടിക്കാൻ, അത്ഭുതപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇവിടെ സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ദൈവികത കൊണ്ടാണ് നമ്മൾ ഇവരെ അത്ഭുതപ്പെടുത്തുന്നത്, അവരെ തോൽപ്പിക്കുന്നത്. ഇത് നമുക്കെതിരെ നിൽക്കുന്നവരെ ഒരു വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കും, ഇടം നൽകും. ഞാൻ ഇത്രയേറെ ദ്രോഹം ചെയ്തിട്ടും ഇയാൾ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് സ്നേഹം കാണിക്കുന്നെങ്കിൽ എൻ്റെ ദ്രോഹം ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ എന്തോ വലിയ ഒന്ന് ഇയാളുടെ മനസ്സിലുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ദ്രോഹത്തെ മറക്കാൻ പറ്റുന്ന, അതിനെ ചെറുതായി കാണാൻ പറ്റുന്ന അതിലും വലുതായ എന്തോ ഒന്ന് ഇയാളിലുണ്ടല്ലോ, ഇയാളുടെ ഹൃദയത്തിലുണ്ടല്ലോ എന്ന് നമ്മുടെ എതിര് നിൽക്കുന്നവർ ചിന്തിക്കാനും വിചാരിക്കാനും അറിയാനും ഇടയാകും. മദർ തെരേസയെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. സ്വന്തം ആരോഗ്യമോ സാഹചര്യങ്ങളോ സന്തോഷമോ ഒന്നും വകവയ്ക്കാതെ കൽക്കട്ടയുടെ തെരുവുകളിലൂടെ ഒരു കന്യാസ്ത്രീ പാവപ്പെട്ട രോഗികളെയെല്ലാം സ്വന്തം എന്നതുപോലെ വാരിയെടുത്തുകൊണ്ട് പോയെന്ന് കണ്ടപ്പോൾ ലോകം അത്ഭുതത്തോടെ നോക്കി, എന്താണ് ഈ സ്ത്രീയുടെ ഉള്ളിലുള്ളത്? അത് ഈശോയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മാക്സിമില്യൻ കോൾബെ എന്ന സഹതടവുകാരന് വേണ്ടി മരിക്കാൻ തയ്യാറായ വലിയ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് ഇയാളെ സ്നേഹിക്കാൻ ഈ വൈദികൻ്റെ മനസ്സിൽ എന്താണുള്ളത്? അത് ഈശോയുടെ സ്നേഹമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞപ്പോൾ ഈ മാക്സിമില്യൻ കോൾബെ വിശുദ്ധനെന്ന് ലോകം വിളിച്ചു. വലിയ സഹനം, ഒരു ദിവസം 100-ലേറെ തവണ പോലും രക്തം ഛർദ്ദിച്ച ദിവസങ്ങളുണ്ടായിരുന്നു വിശുദ്ധ അൽഫോൻസാമയ്ക്ക്. ഇത്രയേറെയൊക്കെ ആയിട്ടും പരാതി പറയാതെ, സങ്കടം കൂടാതെ ഞാൻ ഇതിനിടയിലും ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ സാധിച്ചപ്പോൾ അത്ഭുതത്തോടെ ലോകം ആ കന്യകയെ നോക്കി, എന്താണിങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചു. അത് അവളുടെ ഉള്ളിലുള്ള ഈശോ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഈശോ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവർത്തനങ്ങളാണ്, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതം അക്കാലത്തെ ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അവരതുപോലെ പരസ്പര സഹകരണവും സ്നേഹവും കൂട്ടായ്മയും ദൈവാശ്രയ ബോധവും ഒക്കെ കാണിച്ചിരുന്നത് ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവരെ സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട്, ക്ഷമ കൊണ്ട്, സഹാനുഭൂതി കൊണ്ട്, പരിഗണിക്കുന്ന മനസ്സുകൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും അങ്ങനെ നമ്മുടെ ആ പ്രവർത്തനങ്ങളിലൂടെ ഈശോ കൂടുതൽ പേരിലേക്ക് എത്താനും അറിയപ്പെടാനും ഇടയാകട്ടെ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.